അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയ ദിവസമാണല്ലോ വെള്ളിയാഴ്ച. ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച പകലും വെള്ളിയാഴ്ച രാവും. അതുകൊണ്ട് തന്നെ മറ്റ് ദിവസങ്ങളിൽ വെച്ച് നാം ഏറ്റവും കൂടുതൽ ഇബാദത്തുകളിൽ നിർവഹിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച പകലും വെള്ളിയാഴ്ച രാവും. ധാരാളം സലാത്തുകൾ മുത്തുനബീൻ്റെ പേരിൽ ചൊല്ലുക, ധാരാളം ദിക്റുകൾ ചൊല്ലുക, ഖുർആൻ പാരായണം ചെയ്യുക, ഇങ്ങനെ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നാം വെള്ളിയാഴ്ച ദിവസത്തിൽ കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്തു തന്നെയായാലും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബർക്കത്തുണ്ട്. അള്ളാഹു അതൊക്കെ നമുക്ക് മാറ്റി തരുമാറാകട്ടെ. ആമീൻ. വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാരം മുതൽ മഗ്‌രിബിന് വരെയുള്ള സമയം ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുള്ള സമയമാണ്. മഗ്‌രിബിനോട് അടുത്ത് വരുന്ന സമയവും ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. ഇന്ന് അസർ നിസ്കാരത്തിന് ശേഷം നാം അതേ നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് നാം നിത്യവും ചൊല്ലാറുള്ള ഒരു സലാത്ത് 100 തവണ മുത്തുനബീൻ്റെ പേരിൽ ചൊല്ലുക. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ 313 തവണ ഓതുക. എന്നിട്ട് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എന്താണോ അത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. 313 തവണ ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം ദുആ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മഗ്‌രിബിനോട് അടുത്ത് വരുന്ന സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് യാ അല്ലാഹു യാ റഹ്മാൻ എന്ന ദിക്റിനെ ഒരു 1000 വട്ടം കൂടി നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ദുആ ചെയ്യുക. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം റബ്ബിനോട് നമ്മൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.